ഈ മാസത്തിൻ്റെ അവസാന ദിവസത്തിൽ നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം ചെയ്ത നന്മകളൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ, തിരുവനന്തപുരത്തിൽ നിന്നൊക്കെ കേൾക്കുവാനായിട്ടൊക്കെ കർത്താവ് നമുക്ക് ഒരുക്കുന്ന എല്ലാ അവസരത്തിനായിട്ട് സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളോട് കൃത്യമായി ഇടപെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഇങ്ങനെ ക്രമീകരിക്കപ്പെട്ടതായ ഈ പ്രത്യേക ഉണർവ് യോഗത്തിൽ വചനം സൃഷ്ടിക്കുവാനായിട്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട കുര്യൻ സാമ്പർഗീസ് അച്ഛനോടും ഈ ഇടവകയ്ക്ക് ചുമതല വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, പ്രത്യേക പ്രിയപ്പെട്ട റെനി തോമസിനോടും, ഇതിൻ്റെ ഇവിടെ കൂടി വന്ന നിങ്ങളെല്ലാവരോടുള്ളതായ പ്രത്യേക നന്ദി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാരംഭമായി അറിയിക്കട്ടെ. വളരെ താല്പര്യത്തോടെ നിങ്ങൾ കടന്നു വരുന്ന ദിവസത്തിലായിരിക്കുന്ന ഓർത്ത് കർത്താവിന് സ്തോത്രം. ഈ നാളുകളിൽ ദൈവജനം കൂടി വരുവാനായിട്ട് ഇങ്ങനെയുള്ളതായ ശുശ്രൂഷകളിൽ കൂടി വരുന്നത് വളരെ കുറവാണ്. താല്പര്യങ്ങൾ പുതിയ തലമുറയിൽ കുറഞ്ഞു വരുന്ന ഒരു നാളുകളിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ താല്പര്യത്തോടെ ദൈവനം കേൾക്കാനായി കടന്നു വരുന്ന ദിനത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നിങ്ങളോടൊന്നിച്ച് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം സഫന്യ പ്രവാചകന്റെ പുസ്തകം, അതിൻ്റെ 3-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങളാണ്. ദ ബുക്ക് ഓഫ് സഫന്യ, ചാപ്റ്റർ 3 വേഴ്സസ് 14 to 20. വായിച്ചാട്ടെ. വായിച്ചാട്ടെ, തുടർന്നു 20. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വായിച്ചേട്ട തിരുവചനത്തിനായി ഇന്ന് ഞാൻ തന്ന നല്ല കൂടിവരവിനായിട്ട് സ്തോത്രം. നിന്റെ തൃക്കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഒരു മാസം കൂടെ ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ ഈ പുതുവർഷക്കാലം ഇതുവരെ ഞങ്ങളെ സൂക്ഷിച്ച കർത്താവിന് നന്ദി പറയുന്നു. കർത്താവെ, ഇങ്ങനെയൊരു കൂടിവരവ് സഭയായി ഇടവകയായി ക്രമീകരിക്കുവാൻ ഈ പട്ടണത്തിൽ തമ്പുരാൻ ഞങ്ങൾക്ക് ആലോചന തന്നതോർത്ത് സ്തോത്രം. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം ശുശ്രൂഷിപ്പാനുള്ള കൃപ അടിയന് തരണം. നീ നിന്റെ രക്തത്താൽ അടിയനെ വിശുദ്ധീകരിക്കണമേ. ജനത്തോട് നീ സംസാരിക്കണമേ. കർത്താവെ, ഏറിയ ബലത്തോടെയും പുതുക്കത്തോടെയും കർത്താവ് ഞങ്ങളെ മടക്കി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം ഞങ്ങൾ വിഭാഗിച്ച് ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ ആലോചനയായി ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കപ്പെടുവാനായി കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനായിട്ട് പ്രത്യേകം സ്തോത്രം. അനുഗ്രഹികളുടെ നേതൃത്വം ഈ നാളുകളിൽ കർത്താവ് അച്ഛനോട് ദേശത്തും സഭയ്ക്കും ലഭിക്കുന്നതോർത്ത് സ്തോത്രം. ഇടവകയ്ക്കായി, ഇടവകയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കായി, പ്രത്യേകാല ഗായക സംഘത്തിനായി, നിന്റെ കുഞ്ഞുങ്ങൾക്കായി, കൂടി വന്ന എല്ലാവർക്കായി സ്തോത്രം. കർത്താവെ, നിന്റെ കൃപയിൽ ഇരിപ്പാൻ സഹായിച്ചാട്ട്, അവിടുത്തെ മഹത്വപ്പെടുത്തി നിന്റെ വരവിനായി ഒരുക്കപ്പെടുവാൻ കർത്താവ് സഹായിച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. 14-ാമത്തെ വാക്യം. സിയോൻ പുത്രിയെ
ഘോഷിച്ചാനന്ദിക്കുക, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോട് സന്തോഷിച്ച് ഉല്ലസിക്കുക. ഈ സഫന്യാ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ റിപ്പൻറ്റൻസ്, റിസ്റ്റോറേഷൻ, റിജോയ്സ് ആൻഡ് റിവാർഡ്, ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അനുഭവത്തെക്കുറിച്ചും ലഭിക്കേണ്ട അനുഭവത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന പുസ്തകമാണ് സഫന്യാ പ്രവാചകന്റെ പുസ്തകം. ദൈവം നമ്മുടെ നീതിയും സ്നേഹവും ഉള്ളവനാണെന്ന്, ദൈവമക്കളോടുകൂടെ സന്തോഷിക്കുന്ന ദൈവമാണെന്ന് പഠിപ്പിക്കുന്നതായ ഒരു പുസ്തകമാണ് സഫന്യാ പ്രവാചകന്റെ പുസ്തകം. Our God is a God of justice, love, and He rejoices over us with gladness. ഈ തിരിച്ചറിവ് എല്ലാ മക്കൾക്കും, എല്ലാ ദൈവമക്കൾക്കും ഏറെ ധൈര്യവും പ്രത്യാശയും നൽകുന്ന ഒന്നാണ്. ഇസ്രായേലുമായുള്ള ബന്ധത്തിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നതെങ്കിലും ദൈവമക്കളുള്ള ബന്ധത്തിലും ഇത് ഏറെ ശരിയാണ് എന്ന് ഈ പുസ്തകം പഠിക്കുമ്പോൾ, ഈ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ ഭാവിക്കായിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി കരുതി വയ്ക്കാനും സ്വരൂപിച്ചു കൂട്ടാനും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നവരാണ്. തങ്ങളുടെ തലമുറകൾ കഷ്ടപ്പെടരുത്, അവർ ബുദ്ധിമുട്ടരുതെന്നും പ്രയാസപ്പെടരുതെന്നും ഒക്കെ കരുതി എല്ലാം സൂക്ഷിച്ചു വെക്കുന്നവരാണ് മാതാപിതാക്കൾ. എന്നാൽ നമുക്കറിയാം, ഈ തലമുറയിൽ പല കുഞ്ഞുങ്ങളും മക്കൾ റെബലിയസ് ആയിട്ടൊക്കെ നിൽക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അനേകം മാതാപിതാക്കൾ ഈ കാരണത്താൽ ഈ തലമുറയിൽ ദുഃഖിക്കുന്നവരായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും മക്കൾ മാതാപിതാക്കൾ തങ്ങൾക്കായി ചെയ്തൊന്നും ഓർക്കുകയോ അത് അപ്രീഷിയേറ്റ് ചെയ്യാതെയൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനേക ഭവനങ്ങളിലും മാതാപിതാക്കൾ ഈ കാരണത്താൽ വേദനിക്കുന്നത് നമുക്ക് ഈ തലമുറയിൽ കാണാനായിട്ട് കഴിയും. മാതാപിതാക്കൾ അഥവാ ഉപദേശിക്കാൻ ചെന്നാൽ അതിന് യാതൊരു വിലയും കൊടുക്കാത്ത ഒരു തലമുറയാണ് ഈ നാളുകളിലുള്ളതെന്ന് നമ്മൾ കണ്ടുവരിക്കുന്ന സത്യമാണ്. ഇസ്രായേൽ ചരിത്രം പഠിച്ചാൽ നമുക്ക് ഇതേ ഒരു പാറ്റേൺ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവം ഇസ്രായേൽ മക്കൾക്ക് അവർക്ക് അനുഗ്രഹീതമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായതെല്ലാം ദൈവം നൽകിയെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവം നൽകിയതിന് നന്ദിയുള്ളവരായി ജീവിക്കുന്നതിന് പകരം പലപ്പോഴും അവർ ലഭിക്കാത്തതിനെ ഓർത്ത് പിറുപിറുക്കുന്നവരും നൽകാത്തതിനെ ചൊല്ലി പരാതിപ്പെടുന്നവരും പലപ്പോഴും ദൈവത്തിന് വിരോധമായി മറുതലിക്കുന്നവരുമായി തീർന്നിട്ടുണ്ട് എന്ന് നമുക്ക് വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ ആദാമിന്റെ ചരിത്രം മുതൽ നമുക്ക് ഈ പ്രക്രിയ കണ്ടുവരുവാനായിട്ട് കഴിയും. ഏദനില് തങ്ങൾക്കെല്ലാം അനുഭവിക്കാനായി നൽകിയ ദൈവം, ആ ദൈവത്തെ മറന്ന് ദൈവം കൊടുത്ത കൽപ്പനയുടെ ലംഘനത്താൽ ഏദനിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആദാമിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അടുത്ത തലമുറയെ സംബന്ധിച്ചിടത്തോളം പാപം ചെയ്ത് റെബല്യസ് ആയി ജീവിക്കുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ പ്രാരംഭ അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. തന്മൂലം നോഹയുടെ കാലത്ത് ഭൂമിയിലുള്ള സകലരും വെള്ളത്താൽ നശിപ്പിക്കപ്പെടുന്നതായിട്ട് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. അതിനുശേഷം അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്നിവരുടെ ചരിത്രം നമ്മൾ വായിച്ചാൽ അവരുടെ തലമുറയിലൂടെ രാഷ്ട്രം രൂപീകൃതമാകുന്നു എങ്കിലും അവരുടെ തലമുറയുടെ പാപഫലമായി മിസ്രൈം അടിമത്തത്തിലേക്ക് ജനം നീക്കപ്പെടുന്നതായിട്ട് നമ്മുടെ തിരുവചനത്തിൽ കാണും. 400 വർഷത്തെ ശേഷം നമുക്കറിയാം മോശയിലൂടെ അവർക്കൊരു വിടുതൽ ഉണ്ടാകുന്നു എങ്കിലും കനാൻ ദേശത്ത് വന്ന് പാർക്കുന്ന അവർക്ക് രാജാക്കന്മാരെ ന്യായാധിപന്മാരെ ഒക്കെ നൽകിയെങ്കിലും അവർ ദൈവത്തിന് വിരോധമായിട്ട് ജീവിച്ചു എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഒരപ്പനെ പോലെ അവരെ ഉപദേശിച്ച് പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും അവരെ അടുക്കലേക്ക് അയച്ച് അവരെ ഉപദേശിക്കുകയും അവരെ ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കുകയും ചെയ്തുവെങ്കിലും അവർ അനുസരിക്കാൻ തയ്യാറാകാത്തതിന് കാരണം അവർ വീണ്ടും പ്രവാസത്തിലേക്ക് പോയി എന്നും ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ 70 വർഷത്തെ പ്രവാസം അവർ ബാബിലോണിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു.
ആ കാലഘട്ടത്തിൽ യഹൂദ രാജാവായ യോശിയാവ്, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 22-23 അധ്യായങ്ങളിലാണ് യോശിയ രാജാവിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. ആ യോശിയ രാജാവിന്റെ കാലത്ത് ജീവിച്ചിരുന്നതായ ഒരു പ്രവാചകനാണ് സെഫന്യാ പ്രവാചകൻ എന്ന് കാണാനായിട്ട് കഴിയും. ഇസ്രായേൽ ജനത്തിന്റെ മേൽ ഉണ്ടാകാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചും അവർക്ക് ആ ബാബിലോണിയ അടിമത്തത്തിലേക്ക് അവർ പോകുമെന്നും എന്നാൽ ആ ബാബിലോണിയ അടിമത്തം 70 വർഷം കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന വിടുതലിനെ കുറിച്ചും ഈ സെഫന്യാ പുസ്തകത്തിലൂടെ അരുളപ്പാടിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സെഫന്യാവിനെ കുറിച്ച് കാണുമ്പോൾ ഒരു റോയൽ ലൈനപ്പ് ഉള്ളതായ ഒരു പ്രവാചകനായിരുന്നു. ഈ ഹിസ്കിയാവിന്റെ തലമുറയിൽപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു സെഫന്യാവ്. യഹൂദ രാജാക്കന്മാരായ മനശ്ശയുടെയും ആമോന്റെയും കാലത്ത് പാപം ചെയ്തത് നിമിത്തം യഹോവയുടെ കോപം ഇസ്രായേൽ ജനത്തിന്റെ മേൽ ഉണ്ടായി എന്ന് ചരിത്രത്തിൽ കാണാനായിട്ട് കഴിയും. 2 രാജാക്കന്മാരുടെ പുസ്തകം 24-ാം അധ്യായം 3-ാമത്തെ വാക്യവും 23-ാം അധ്യായം 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങളും വായിക്കുമ്പോൾ യഹോവയുടെ കൽപ്പന പ്രകാരം യഹൂദിയെ നീക്കിക്കളയുവാൻ ബാബിലോണിലേക്കുള്ള പ്രവാസികളായി പോകേണ്ടി വന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് മനശ്ശയുടെയും ആമോന്റെയും ആ കാലത്ത് അവർ ചെയ്ത പാപം നിമിത്തമാണ് ഈ ജനം ഈ ന്യായവിധിയിലേക്ക് പോകേണ്ടി വന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ യോശിയാവിന്റെ കാലം വന്നപ്പോൾ ഈ ജനത്തെ മടക്കി കൊണ്ടുവരാനുള്ള വലിയൊരു ശ്രമം യോശിയാവിനോട് നടക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന രാജാക്കന്മാരിൽ ഏറ്റവും അധികം ദൈവത്തിന് പ്രസാദകരമായി ചെയ്ത ഒരു രാജാവായിരുന്നു യോശിയാവ് എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ അന്ന് മനസ്സ് സ്ഥാപിച്ച വിഗ്രഹങ്ങളും അശേര പ്രതിഷ്ഠകളും എല്ലാം നീക്കിക്കളഞ്ഞ് യഹോവയ്ക്ക് പ്രസാദകരമായി ചെയ്ത ഒരു രാജാവായിരുന്നു യോശിയാവ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ യോശിയാവ് ജനത്തെ ആത്മീയമായി ഉണർത്തി എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവരെ ആത്മീയമായി അവരെ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനായിട്ട് പ്രവർത്തിച്ച ഒരു രാജാവായിരുന്നു യോശിയാവ്. അപ്പോൾ ആ യോശിയാവിന്റെ കാലം ഒരു നവീകരണ കാലമായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഈ യഹൂദയുടെ ആത്മീയമായ തകർച്ചയെ കുറിച്ചും അവരുടെ അധാർമികതയെ കുറിച്ചും അവർക്കുണ്ടാകാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചും ജനത്തോട് സംസാരിക്കാനായി സെഫന്യാവിനെ യഹോവ ദൈവം നിയോഗിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ സെഫന്യാവിനെ എഴുന്നേൽപ്പിച്ചു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്നത്തെ നമ്മുടെ സാഹചര്യം ഒട്ടും വിഭിന്നമല്ല. പ്രിയപ്പെട്ടവരെ, സമൃദ്ധിയോടും സന്തോഷത്തോടും കൂടെ ജീവിക്കാനായതെല്ലാം ദൈവം തമ്പുരാൻ ഈ നാടുകളിൽ ദൈവജനത്തിന് തന്നിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും ഇസ്രായേൽ ജനത്തെ പോലെ മറുതലിപ്പും അനുസരണക്കേടുമുള്ളവരായി തങ്ങളുടെ വഴികളിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ അതിനൊക്കെ വിഭിന്നമായി ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ദൈവ വഴിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ നമുക്കുണ്ടെങ്കിൽ നമ്മളത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ദൈവം ഇങ്ങനെയുള്ളതായ തലമുറയെ ഒരുപക്ഷെ ദൈവത്തിന്റെ വഴിയിലേക്ക് മടക്കി കൊണ്ടുവരുവാനായിട്ടാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ അനുഭവിച്ച കോവിഡ് പോലുള്ളതായ പല പ്രതിസന്ധികളിലൂടെ നമ്മളെ കടന്നുവിട്ടത്. ഹല്ലേലൂയ. ഒരുപക്ഷെ അന്നൊരു പ്രവാസത്തിന്റെ കാലഘട്ടമായിരുന്നു ഇസ്രായേൽ ജനം അനുഭവിച്ചതുപോലെ. ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ളതായ ഒരു എക്സൈൽ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ളതായ ഒരു പ്രത്യേകമായിട്ടുള്ളതായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാം മറന്ന് വീണ്ടും മറുതലിപ്പോടെ ജീവിക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ദൈവവചനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ തലമുറയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം എല്ലാം ഉണ്ടെങ്കിലും ഒന്നിനും സംതൃപ്തരല്ല. ഹല്ലേലൂയ. ദൈവിക പ്രമാണങ്ങൾ ലംഘിക്കുന്നതിൽ ഒരു ലജ്ജയുമില്ലാത്തതായ ഒരു തലമുറയെ ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനുസരണക്കേടെന്ന് പറയുന്ന ഒരു സാധാരണ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാണുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ദൈവീകമല്ലാത്തതായ അൺഗോഡ്ലി ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ യാതൊരു ലജ്ജയുമില്ലാത്തതായ ഒരു തലമുറയുടെ നടുവിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. തന്മൂലം നമുക്കറിയാം ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്നു. സ്പിരിച്വൽ ആ ഒരു പ്രവാസത്തിലെ ആത്മീയമായ
വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു നാളുകളിൽ ഹല്ലേലൂയ കർത്താവേ, ദൈവകൃപയിൽ നിന്ന് മാറിപ്പോകാതെ ജീവിക്കാനായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും തലമുറയും ഒരിക്കലും ഈ നാളുകളിൽ ദൈവജനം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രവാസമാണ്. കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഭവനെ കഴിയുന്ന അനേകം മാതാപിതാക്കൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് അവരനുഭവിക്കുന്ന ഒരു പ്രവാസം. അപ്പോൾ മിഷണറിമാരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ അനുഭവിക്കുന്ന ഒരുതരം പ്രവാസമാണ്. നിന്ദിക്കപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു, ജയിലറയ്ക്കുള്ളിൽ അവരെ ആക്കുന്നു. ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ല, ദൈവത്തിന് വചനം പറയാൻ സ്വാതന്ത്ര്യമില്ല. അവർ നേരിടുന്ന അനേക സാമൂഹ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരു തരത്തിലുള്ളതായ പ്രവാസമാണ് എന്ന് കാണാനായിട്ട് കഴിയും. തലമുറക്കാർ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും ഈ നാടും വിട്ട് ഇവിടവും വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്ന ഒരു കാലഘട്ടം. അവർ അനുഭവിക്കുന്ന മറ്റൊരു തരം പ്രവാസമുണ്ട് പ്രിയപ്പെട്ടവരെ. പല സ്ഥലങ്ങളിലും അവർക്ക് ആരാധനയെ സംബന്ധിക്കാനുള്ള സാഹചര്യങ്ങളില്ല. മാതാപിതാക്കളോ പ്രിയപ്പെട്ടവരോടോ ഫോണിലൂടെ ബന്ധപ്പെടുമെന്നുള്ളതല്ലാതെ അവർ നോക്കി അകന്നു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ പ്രവാസത്തിന് സമതുല്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നൊരു തലമുറയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവരെ, പ്രവാസ തുല്യമായ ജീവിത സാഹചര്യങ്ങൾ ഞാനും നിങ്ങളും അനുഭവിക്കുമ്പോൾ, നമ്മുടെ തലമുറ അനുഭവിക്കുമ്പോൾ, മാതാപിതാക്കൾ അനുഭവിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമക്കൾ അനുഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇവിടെ സെഫന്യ പ്രവാചകനോട് നൽകുന്ന ഒരു എൻകറേജിംഗ് മെസ്സേജ് ആണ് ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, സിയോൻ പുത്രിയെ ഘോഷിച്ച് ആനന്ദിക്കുക. The God's people should rejoice. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ദൈവമക്കൾ സന്തോഷമുള്ളവരായിരിക്കണമെന്നാണ് തിരുവചനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. നീതിമാനായ ദൈവം തന്റെ മക്കൾ മടങ്ങി വരണമെന്നും അവൻ സന്തോഷിക്കണമെന്ന് മാത്രമല്ല, അവരോടുകൂടെ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഓർപ്പിക്കുന്നതായ ഒരു പുസ്തകമാണ് സെഫന്യ പ്രവാചകന്റെ പുസ്തകം. ഹല്ലേലൂയ. 3-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ളതായ വേദഭാഗങ്ങളാണല്ലോ നമ്മൾ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. ഈ പാസേജിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാസേജ് ആയിട്ടാണ് വേദ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ മക്കൾ സന്തോഷമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. തനിക്ക് അവരോട് ചേർന്ന് സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. 1-2 അധ്യായങ്ങൾ യഹൂദിയുടെ മേലുള്ളതായ ന്യായവിധിയെ കുറിച്ചും അവർക്ക് ചുറ്റുമുള്ള ശത്രു രാജ്യങ്ങൾക്കുണ്ടാകുന്ന ന്യായവിധിയെ കുറിച്ചും ഓർപ്പിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും. ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ് അപ്പോൺ ഹിസ് പീപ്പിൾ ആൻഡ് the people around ജൂദ എന്ന് കാണാനായിട്ട് നമുക്ക് കഴിയും. എന്നാൽ ഈ 3-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യെരുശലേമിന്റെ പാപത്തെക്കുറിച്ചും അതിക്രമത്തെക്കുറിച്ചുമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അതിന് 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അതിനകത്ത് പ്രഭുക്കന്മാർ അവിടെ വായിക്കുന്നത് ഗർജിക്കുന്ന സുഖങ്ങൾ, അതിന്റെ അതൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്, ജനം മനം തിരിഞ്ഞു വന്നാൽ ന്യായവിധിയിൽ നിന്നുള്ളതായ ഒരു വിടുതലുണ്ടാകുമെന്നും അവരുടെ നിന്ദയെയും അവരുടെ പ്രവാസത്തെയും ഒക്കെ മാറ്റി സന്തോഷത്തെ തിരികെ തരുമെന്നും ഈ വേദഭാഗത്ത് നമുക്ക് പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. God did not abandon his people forever. ഇത് നമുക്ക് ദൈവങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നതാണ്. എന്നേക്കും ദൈവത്തിന്റെ കോപം വെച്ചുകൊണ്ടിരിക്കുന്നില്ല, എന്നേക്കും ദൈവം തന്റെ ജനത്തെ മറന്നു കളയത്തില്ല എന്നുള്ളതാണ് വേദപുസ്തകത്തിലും ആകമാനം നമ്മൾ കാണുന്ന ഒരു സത്യം എന്ന് പറയുന്നത്. വേദപുസ്തകം അതുകൊണ്ടാണ് ദൈവമക്കൾ ഈ വചനം വായിക്കുമ്പോൾ സന്തോഷിക്കുന്നത്. ഹല്ലേലൂയ. ചരിത്രത്തിന്റെ ആരംഭം മുതൽ ദൈവമക്കൾ പാപം ചെയ്യും, അകൃത്യത്തിലേക്ക് പോകും. ദൈവജനം പലപ്പോഴും തെറ്റിപ്പോകും. എന്നാൽ അവരെ കൈവിടാത്ത, അവരെ വീണ്ടും സ്നേഹിക്കുന്ന, ദീർഘക്ഷമയുള്ള, മഹാദയുള്ള, അവരോട് കരുണ കാണിക്കുന്ന, പിന്നെയും അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് ഹല്ലേലൂയ അവരോടുകൂടെ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ ഹല്ലേലൂയ വേദപുസ്തകം നമുക്ക് വരച്ച് കാണിച്ചു തരികയാണ്. ദൈവത്തിന് സ്തോത്രം. 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ളതായ വാക്യങ്ങളിൽ
കാണുന്നു. മത്സരവും മലിനതയും ആമേൻ അവരുടെ പാപങ്ങളെയും ഒക്കെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ 4 കാര്യങ്ങൾ അതിന്റെ ആദ്യ വാക്യങ്ങളിൽ ഈ യഹൂദ ജനത്തെ കുറിച്ച് പറയുകയാണ്. ഒന്ന്, അവിടെ പറയുന്നു ദൈവത്തിന്റെ വാക്ക് അവര് കേട്ട് അനുസരിച്ചില്ല. 2-ാം വാക്യത്തിൽ അതിനാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ച്. She has not obeyed, his voice. അതാണ് ഒന്നാമത് കാണുന്നത്, അനുസരണക്കേടുള്ളതായ ജനം. രണ്ടാമത് കാണുന്നു she has not received, correction. പ്രബോധനം കൈക്കൊണ്ടിട്ടില്ല എന്നാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ നാളുകളിൽ ദൈവജനത്തിന് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒന്നാണ് പ്രബോധനം എന്ന് പറയുന്നത്. കറക്ഷൻസ് ഇന്നത്തെ ആർക്കും ഇഷ്ടമുള്ള, ഞാൻ ഉൾപ്പെടെ പലപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കറക്ഷൻസ് ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടരാണ് നമ്മളെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ തലമുറ അങ്ങനെയുള്ളവരാണ് എന്ന് കാണാനായിട്ട് കഴിയും. ഇവിടെ പറയുന്നു പ്രബോധനം ഇഷ്ടമില്ലാത്ത ഒരു ജനത്തെ കുറിച്ചാണ് പറയുന്നത്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ന്യായപ്രമാണം അയഞ്ഞിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. 1-ാം അധ്യായം ഇതിന്റെ തന്നെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയെ അവർ വിട്ടു പിന്മാറി യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാത്തവരായി തീർന്നു എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ ഗുണമോ ദോഷമോ ഒന്നും ചെയ്യത്തില്ല എന്ന് ഹൃദയത്തിൽ പറയുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം എന്നാ ചെയ്യാനാണെന്ന് God will do, ദൈവം എന്നാ ചെയ്യാനാണെന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നതെന്ന് ഇവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. മൂന്നാമത് ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു she does not trust in the Lord. അവർ യഹോവയിൽ ആശ്രയിച്ചിട്ടില്ല എന്ന് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു. മൂന്നാമത് പറയുന്നു she does not draw near to the Lord. അവർ ദൈവത്തോട് അടുത്ത് വന്നിട്ടില്ല എന്ന് അവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതരം കൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ അവർ സ്തുതിക്കുന്നവരെങ്കിലും ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുത്ത് വരാത്തതായ ഒരു ജനമായി അവിടെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ നാളുകളിലെ സാഹചര്യം ഒട്ടും വിഭിന്നമല്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പുറമേ ആരാധനയുണ്ട്, പുറമേ ദൈവാലയമുണ്ട്, എന്നാൽ ഹൃദയം ദൈവത്തോട് അടുക്കാത്തതായ ഒരു വലിയ സാഹചര്യമാണ് ഈ നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവാലയത്തിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, ദൈവത്തോട് എന്നാൽ അടുത്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അടുത്ത് വരാത്തതായ ഒരു തലമുറയെ കാണാനായിട്ട് കഴിയും. ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ എല്ലായിടത്തും ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ കുർബാന പോലും ഒരു ആഘോഷത്തിന്റെ ഭാഗമായി ഈ നാളുകളിൽ കൈക്കൊള്ളുന്ന ഒരു തലമുറയുടെ മധ്യത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മുന്നോട്ട് വായിക്കുമ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ താഴെ കാണുന്നു, ദേശത്തെ നീതിയോടെ ഭരിക്കേണ്ടവരായ പ്രഭുക്കന്മാരും ന്യായാധിപന്മാരും എല്ലാം സ്വാർത്ഥരായി മാറി എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. ലീഡേഴ്സ് ബിക്കം കറപ്റ്റഡ്. അതാണ് 3-ാം വാക്യത്തിൽ കാണുന്നത്. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, ജനത്തെ നേർവഴി കാണിക്കേണ്ട പുരോഹിതന്മാരും പ്രവാചകന്മാരും വിശ്വാസവാദകന്മാരും ന്യായപ്രമാണത്തെ ബലാത്കാരം ചെയ്യുന്നവരായി മാറിയിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. They did not speak the true word of God. Instead they mislead the people എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവവചനത്തെയും ദൈവ പ്രമാണത്തെയും അവരുടെ ഹിതത്തിനനുസരിച്ച് കോട്ടിക്കളയുന്നതായ അനേക ശുശ്രൂഷകന്മാരുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അവരുടെ ഹിതത്തിനനുസരിച്ച്, അവരുടെ താല്പര്യപ്രകാരം, അവരുടെ ആവശ്യമനുസരിച്ച്, അവരുടെ അജണ്ട അനുസരിച്ച്, ദൈവത്തെ അവരുടെ ബെനിഫിറ്റ് അനുസരിച്ച് മാറ്റിക്കളയുന്ന, കോട്ടിക്കളയുന്ന, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഹല്ലേലൂയ. 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജനം അഹങ്കാരികളായി ജീവിക്കുന്നു. ഞാനേ ഉള്ളൂ, ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് നിർഭയവസിക്കുന്ന ഒരു ജനത്തെ 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കാൻ താല്പര്യമില്ലാത്ത, അനുസരിക്കാൻ താല്പര്യമില്ലാത്ത, പ്രബോധനം ഇഷ്ടപ്പെടാത്ത, ദൈവത്തിൽ ആശ്രയിക്കാത്ത, ദൈവത്തോട് ഹൃദയപൂർവ്വം അടുത്തു വരാത്തതായ ഒരു ജനം നമുക്ക് കാണാനായിട്ട് നമുക്ക് കഴിയും. ഹല്ലേലൂയ.
ന്യായപ്രമാണം പ്രവർത്തിക്കേണ്ടവരും ന്യായം പ്രവർത്തിക്കേണ്ടവരും നേർവഴി കാട്ടേണ്ടവരും ആമേൻ സ്വാർത്ഥതയോടെ പെരുമാറുന്നതായ ഒരു കാര്യം. ആമേൻ. ഇവിടെയാണ് സെഫന്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ആമേൻ അതിന്റെ ആധികാരികത, അതിന്റെ ആവശ്യകത നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ദേശത്ത് മലിനത വർദ്ധിക്കുന്നു, അധാർമികതയും ആമേൻ അന്യായവും പീഡനവും ഒക്കെ വർദ്ധിക്കുമ്പോൾ ജനം ദൈവത്തിൽ നകന്നു, ദൈവത്തെ മറന്നു എന്ന് മറുതലിച്ച് ജീവിക്കാൻ തുടങ്ങി എന്ന് നമുക്ക് അവിടെ കാണാറുണ്ട്. എന്നാൽ അവരുടെ പറയുകയാണ്, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ദൈവം ന്യായം വിധിക്കുമെന്ന് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കൺവെൻഷൻ യോഗങ്ങളിലൊക്കെ ആൾക്കാർ വരുന്നത് വളരെ കുറവാണ്. മുമ്പൊക്കെ കൺവെൻഷൻ വെച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാർ വന്നു കൂടുന്നവർക്ക് ഇപ്പൊ അതിന്റെ ഒരു 10% വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ. അത് ഏത് സഭയാണെങ്കിലും വേണ്ടിയല്ല, ഏത് ഉണർയോഗമാണെങ്കിലും വേണ്ടിയല്ല, എല്ലായിടത്തും ഇങ്ങനെയുള്ളതായ താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കറക്ഷൻസ് ഒട്ടും തന്നെ താല്പര്യമില്ലാത്തതായ ഒരു തലമുറ. അവർ വരും, ഒരു ഉത്സവം പോലെ ഈ വിശുദ്ധ കുർബാനയിലും ആരാധനയും ഒക്കെ സംബന്ധിച്ച് അവർ മടങ്ങിപ്പോകും. ഹല്ലേലൂയ. കാരണം നല്ല പണമുണ്ട്, നല്ല ചുറ്റുപാടുകളുണ്ട്, എല്ലാം ഉണ്ട്. ദൈവത്തിൽ ആശ്രയിക്കേണ്ടാത്തതായ ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നു പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിൽ സെഫന്യാവിലൂടെ ആമേൻ ലഭിക്കുന്ന വചനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. പ്രവാസം എന്ന് പറയുന്നത് ഏറെ നിന്ദയുടെയും ലജ്ജയുടെയും നാളുകളാണ്. ആരാധനയില്ല, ന്യായപ്രമാണമില്ല, സന്തോഷം പൂർണ്ണമായും അവരുടെ നിന്ന് നീങ്ങിപ്പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളുടെ സന്തോഷത്തെ മടക്കി തരാൻ കഴിവുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവരോട് പറയുകയാണ്, സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ നീ ഘോഷിച്ചാനന്ദിക്കുക. ഇന്നും പ്രവാസത്തെ അനുഭവത്തിൽ കഴിയുന്ന ദൈവജനത്തോടുള്ളതായ ആമേൻ ആഹ്വാനമാണ്. ഹല്ലേലൂയ. ദൈവജനം അങ്ങനെ ആനന്ദിക്കുന്നവരും സന്തോഷിക്കുന്നവരുമായി തീരണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ഭാഗം എന്ന് പറയുന്നത് വൈ ഗോഡ്സ് പീപ്പിൾ ഷുഡ് റിജോയ്സ്. എന്തുകൊണ്ട് അവർ സന്തോഷിക്കണം? ഹൗ ഗോഡ്സ് പീപ്പിൾ ക്യാൻ ലീവ് റിജോയ്സിംഗ്ലി in their present situation. ഹല്ലേലൂയ. നമ്മുടെ ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവജനം എങ്ങനെ സന്തോഷമുള്ളവരായി ജീവിക്കാൻ കഴിയുമെന്ന് ഈ പ്രവചന പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത് ഞാൻ ഭാഗത്ത് പറയാനുണ്ടാകില്ല, ഹൗ ഗോഡ് പീപ്പിൾ ക്യാൻ ലീവ് റിജോയ്സിംഗ്ലി ഇൻ their situation. ഒന്ന്, we can rejoice because of the promises given to us. ഹല്ലേലൂയ. ദൈവം തന്ന വാഗ്ദത്തങ്ങൾ ഓർക്കുമ്പോൾ ദൈവജനം സന്തോഷിക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സെഫന്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ നടുവിലുള്ള നീതിമാനായ ദൈവമാണെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. നീതി നഷ്ടപ്പെട്ട്, പീഡിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, ആമേൻ, തള്ളപ്പെട്ട് കഴിയുന്ന ദൈവജനത്തോട് പറയുകയാണ്, ഞാൻ നീതിയുള്ള ദൈവമാണെന്ന്. ഹല്ലേലൂയ. ഇവിടെയൊക്കെ ദൈവമക്കൾ സന്തോഷിക്കേണ്ടത്. ഹല്ലേലൂയ. നിന്ദയുടെയും പരിഹാസത്തിന്റെയും നടുവിലൂടെ ദൈവജനം കടന്നു പോകുമ്പോൾ, ദൈവിക ശുശ്രൂഷക്കാർ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, അവരോട് പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങളെ അറിയുന്ന ഒരു നീതിമാനായ ദൈവം സ്വർഗത്തിലുണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇവിടെ പറയുന്നു, ഒന്നാമതവരോട് പറയുകയാണ്, ആമേൻ, I will gather and restore you. ഒന്നാമത് അവർ കൊടുത്ത വാഗ്ദത്തം 7 മുതൽ 9 വാക്യങ്ങൾ ഇതാണ് കാണുന്നത്. എനിക്കായി നിങ്ങൾ കാത്തിരിക്കുക, ഞാൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. I will gather you all and restore you. ഹല്ലേലൂയ. അതാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. സകല ജാതികളെയും ഒന്നിച്ചു കൂട്ടി ദൈവത്തെ ആരാധിക്കുന്ന, സേവിക്കുന്ന നാളുകളാക്കി ഉണ്ടാകുന്ന നാള് നിങ്ങൾക്ക് ഉണ്ടാകുന്നുള്ള വാഗ്ദത്വം ദൈവത്തിലൂടെ അവർക്ക് നൽകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മടങ്ങി വരണം. ആമേൻ എന്നവരെ ഓർപ്പ്. നിങ്ങൾ മടങ്ങി വരണം. കാരണം നിങ്ങളെ ഞാൻ യഥാസ്ഥാനപ്പെടുത്താൻ കഴിവുള്ള ദൈവമാണെന്ന് അവർക്ക് ഒന്നാമത് ഒരു വാഗ്ദത്തം നൽകിയ. അവരോട് പറയുന്നു, 11-ാം വാക്യത്തിൽ വായിക്കുന്നു, യു ഷാൽ നോട്ട് പുട്ട് ടു ഷെയിം. നിങ്ങൾ ഒരിക്കലും ഇനി ലജ്ജിക്കപ്പെടുവാനിടയാകത്തില്ല. നിന്റെ പേരുള്ള ലജ്ജയെ ഞാൻ മാറ്റുമെന്നാണ് അവിടെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ കാല ജീവിതത്തിന്റെ പാപങ്ങൾ നിമിത്തം ഇനിയും നീ അത് ഓർത്ത് നീ വിഷമിക്കേണ്ട ഒരു വ്യക്തിയല്ല, ലജ്ജിക്കപ്പെടേണ്ട ഒരു വ്യക്തിയല്ല.
ആമേൻ പ്രവാസം നിനക്ക് ലജ്ജയും അപമാനവും ഉണ്ടാക്കുന്നത് പോലെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ അനുഭവങ്ങൾ നിന്നെ ഒരിക്കലും ദുഃഖിതനായി നിർത്താനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇനിയും ലജ്ജിക്കാൻ ഇടവരാത്ത വിധത്തില് ആമേൻ ഹല്ലേലൂയ നിന്റെ മേൽ കുഞ്ഞാടിന്റെ രക്തം തളിച്ച് ആമേൻ നിന്റെ ദൈവ മക്കളാക്കി തീർത്ത്, ദൈവ മകനാക്കി തീർത്ത്, ഹല്ലേലൂയ മകളാക്കി തീർത്ത് നിന്റെ ലജ്ജയെ ഞാൻ പൂർണ്ണമായി മാറ്റി തരുമെന്ന് ദൈവത്തിന്റെ വചനവിടെ അവർക്ക് ഉറപ്പ് നൽകുകയാണ്. ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം. മുന്നോട്ട് വായിക്കുമ്പോൾ നാം മൂന്നാമത് കാണുന്നത് He will give you peace and prosper. 13-ാം വാക്യത്തിൽ അങ്ങനെയാണ് കാണുന്നത്. അവർ മേഞ്ഞ് കിടക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. അത്ര അനുഗ്രഹീതമായ വാഗ്ദത്തങ്ങളാണ് അവിടെ തന്നത്. അതുകൊണ്ട് അവർ ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കണം, ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നമ്മളെ മടക്കി വരുത്തി നമ്മളെ റീസ്റ്റോർ ചെയ്യാൻ കഴിവുള്ള ദൈവത്തെ കുറിച്ച് പറഞ്ഞു. നമ്മളെ ഇനി ലജ്ജിക്കാതെ വിധത്തിൽ നിർത്താൻ കഴിവുള്ള ദൈവത്തെ കുറിച്ചുകൂടെ പറയുകയാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെ അനുഭവങ്ങൾ തന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ കുറിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കണം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത് ദൈവജനം എന്തുകൊണ്ട് സന്തോഷിക്കണമെന്ന് ഓർപ്പിക്കുന്നു. How God's people can live rejoicingly. അവിടെ പറയുന്നു, we rejoice because we have been forgiven. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ അതാണ് നമ്മൾ വായിക്കുന്നത്. അതിന്റെ 15-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് വായിക്കുന്നു, യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവത്തിന് സന്തോഷിക്കാൻ വേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അറിയോ? നമ്മുടെ ന്യായവിധികളെ മാറ്റി ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. ലജ്ജ മാറ്റി ദൈവമക്കളാക്കി തീർത്തു. ഇനി നിന്നെ ന്യായവിധിയെ മാറ്റുന്നത് ദൈവമാണെന്നാണ് ഇവിടെ ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. God's forgiveness is so complete that we can trust in the Lord, free from all worries or guilt. Hallelujah. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ന്യായങ്ങളെ മുഴുവനായി മാറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ നീ അതിനെ കുറിച്ച് ഭാരപ്പെടേണ്ടവരല്ല, പിന്നെ നീ അതിനെ കുറിച്ച് ദുഃഖിക്കേണ്ടവരല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ കാരണം പറയുന്നത് നിങ്ങളുടെ ന്യായവിധികളെ ദൈവം മാറ്റിയെന്നുള്ളതാണ്. എത്ര പേര് സന്തോഷിക്കുന്നു? ഹല്ലേലൂയ. ദൈവം നമ്മുടെ ന്യായവിധിയെ മാറ്റിയതുകൊണ്ട് ഹല്ലേലൂയ വലിയ സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ, നമ്മുടെ തലമുറകളിലേക്ക് ആ സന്തോഷം വ്യാപരിക്കുവാനായി ദൈവമക്കളെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവരുടെ പറയുന്നത് ലംഘനം ക്ഷമിച്ചു പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇനി നമ്മൾ പാപഭാരം ചുമന്നുകൊണ്ട് നടക്കാനുള്ളവരല്ല. കാൽവരി ക്രൂസിന്റെ ചുവട്ടിൽ ഹല്ലേലൂയ നീ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ സ്വതന്ത്രനാണ്. ഹല്ലേലൂയ. ആർക്കാണ് സന്തോഷമുള്ളതെന്ന് അറിയാമോ? പാപം മറയ്ക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. കുറവുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരാണ്. ഹൃദയത്തിൽ എന്നേക്കുള്ള സന്തോഷം ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം ഇവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇത് അനുഭവിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, there is the only one main reason to rejoice. Hallelujah. Amen. എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഈ പാപം നമ്മുടെ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നതാണ്. പ്രിയരെ, ആ ഒരു സന്തോഷത്തിന്റെ അനുഭവം പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളിൽ എത്തിച്ചു കൊടുക്കണം. കർത്താവേ, എനിക്ക് സന്തോഷം വേണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം വേണം. നിന്റെ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ കഴുകണമേ. ഈ രാത്രി ക്രൂസിന്റെ ചുവട്ടിലേക്ക് അടുത്തു വരിക. കർത്താവേ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായ അധികം സന്തോഷം ദാവീദിന്റെ ഹൃദയത്തിൽ ആ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചുവെങ്കിൽ കർത്താവേ, ഈ ലോകപ്രകാരമുള്ള ഭൗതിക നേട്ടങ്ങളിലും സമൃദ്ധിയിലും ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ കർത്താവേ, നിന്റെ സന്നിധിയിലുള്ള രക്ഷയുടെ സന്തോഷം ഈ നാളുകളെ അനുഭവിക്കുവാൻ ഓ ഹല്ലേലൂയ ഞങ്ങൾക്ക് കൃപ തരണമേ. നിങ്ങളുടെ തലമുറകളെ ഒരുക്കണമേ. ഹല്ലേലൂയ. ആമേൻ. ഈ ഭൗതിക സന്തോഷത്തെക്കാൾ സമൃദ്ധിയേക്കാൾ സന്തോഷം നൽകുന്നത് രക്ഷയുടെ സന്തോഷമാണെന്നുള്ള ആ വലിയ ഉറപ്പ്. ഹല്ലേലൂയ. ആ അനുഭവം ഈ നാളുകളിൽ തമ്പുരാൻ നമുക്ക് തരട്ടെ. അതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിച്ചു,
രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേ. ഒരു നാൾ അനുഭവിച്ചതാ, എന്നാൽ പിന്നെ നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവമേ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിക്കുക, ഈ രക്ഷയുടെ സന്തോഷം എനിക്കത് മടക്കി തരണമേ. ഹല്ലേലൂയ. രാജാവാണ്, കൊട്ടാരത്തിലാണ്, അധികാരമുണ്ട്, അങ്ങനെ എന്തെല്ലാം ഉണ്ടെങ്കിലും ദാവീദ് പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടത് രക്ഷയുടെ സന്തോഷമാണ്. ഹല്ലേലൂയ. എല്ലാം ഉണ്ടെങ്കിലും ഹല്ലേലൂയ ഒരു നിത്യമായ സന്തോഷം നിനക്ക് വേണോ? അവൻ അത് രക്ഷയുടെ സന്തോഷത്തിലൂടെ ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിച്ചു, എനിക്ക് ഈ സന്തോഷം മടക്കി തരണമേ. ഈ 2025 പ്രാരംഭ നാളുകളിലെ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കട്ടെ, നമ്മുടെ ആഗ്രഹം എങ്ങനെയായിരിക്കട്ടെ, കർത്താവേ സമൃദ്ധി വേണം, എല്ലാം വേണം, പക്ഷേ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടാതെ എന്നെ നടത്തണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഈ സന്തോഷം നിലനിൽക്കണമെങ്കിൽ അവൻ ഒന്നാമത്തെ കാരണം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് നല്ല ഉറപ്പ്, അതിൽ സന്തോഷിക്കാൻ കഴിയും. 2, എന്റെ ന്യായവിധി അവൻ മാറ്റി രക്ഷയുടെ സന്തോഷം എനിക്ക് തന്നിരിക്കുന്നു പറയുമ്പോൾ സന്തോഷിക്കാനായിട്ട് കഴിയും. 3, we rejoice because God lives among us. ദൈവത്തിന് സ്തോത്രം. 15-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ശത്രുക്കളെ നീക്കിക്കളഞ്ഞിരിക്കുന്നു, ഇസ്രായേലിന്റെ രാജാവായ അവൻ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും താഴോട്ട് വരുമ്പോൾ വായിക്കുന്നു, 17-ാം വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഹിസ് പ്രസൻസ്, ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കാ സന്തോഷം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അവൻ അത് നമുക്ക് ദൈവം തമ്പുരാൻ തന്നതിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. എത്ര പേര് രാത്രിയെ സന്തോഷം അനുഭവിക്കുന്നവരാണ്? അതിന്റെ വലിയ സാന്നിധ്യത്തിനായി രാത്രി സ്തോത്ര. നീ ഇവിടെ നാടിലുള്ളത് കൊണ്ട് സ്തോത്ര, നിന്റെ ഭവനത്തിലുള്ളത് കൊണ്ട് സ്തോത്ര, എന്നോടുകൂടെ നീ ഉള്ളത് കൊണ്ട് സ്തോത്ര. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിൽ പരം എന്തുറപ്പാണ് ദൈവമക്കൾക്ക് വേണ്ടത്? ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം കൂടെയുള്ളപ്പോഴൊക്കെ they felt safe and secure. അവരുടെ യാത്രയും അവരുടെ മരുയാത്രയും അവരുടെ മുന്നോട്ടുള്ള പ്രയാണവും അവരുടെ ജീവിതവും അവരുടെ ചരിത്രവും പഠിച്ചാൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചവരൊക്കെ അവർ ഹല്ലേലൂയ അവർ സുരക്ഷിതരായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അപ്പൊ ദൈവ സാന്നിധ്യം തരുന്ന സന്തോഷം ലോകം തരുന്ന സുരക്ഷിതത്വമല്ല, എന്റെ തമ്പുരാൻ കൂടെ ഉള്ളപ്പോൾ അതിലൂടെ ലഭിക്കുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. ഇത് അനുഭവിക്കുമ്പോൾ അറിയാൻ സന്തോഷം തരുന്നത്. ഹല്ലേലൂയ. ഈ ലോകം ഒരു എല്ലാ സുരക്ഷിതത്വവും തരത്തില്ല കേട്ടോ. നമ്മൾ എന്തെല്ലാം ക്രമീകരണം ചെയ്താലും ആമേൻ ഹല്ലേലൂയ ഒരു നിമിഷം മതി, ഒരു നിമിഷം മതി. കർത്താവ് തരുന്ന സുരക്ഷിതത്തിനായി, ദൈവ സാന്നിധ്യം തരുന്ന സുരക്ഷിതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇവിടെ തന്നെയല്ല കേട്ടോ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ പലയിടത്തായിരിക്കാം, നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പോൾ പലയിടത്തായിരിക്കാം, നമ്മുടെ സഹോദരങ്ങൾ പലയിടത്തായിരിക്കാം. അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു സുരക്ഷിതത്തിനായി സ്തോത്രം ചെയ്യണം. കർത്താവിന്റെ തലമുറ ഈ ദൈവ സാന്നിധ്യത്തിലൂടെ ലഭിക്കുന്ന സുരക്ഷിതത്വം അനുഭവിച്ച് സന്തോഷമുള്ളവരായിരിക്കണമെന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പറയുന്നു, എല്ലാ ശത്രുക്കളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവരവരെ സൂക്ഷിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ബാബിലോണിയർ വന്ന് യെരൂശലേം നശിപ്പിക്കും, പ്രവാസത്തിലേക്ക് അവരെ കൊണ്ടുപോകും. എന്നാൽ തങ്ങളുടെ പിതാക്കന്മാരോട് കൂടെ ഇരുന്ന ദൈവം അവരോട് കൂടെ ഇരുന്ന് മരുയാത്രയിൽ അവരെ നടത്തിയ ആ ദൈവ സാന്നിധ്യം ഇന്നും നഷ്ടമായിട്ടില്ല എന്ന് അവരെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കളൊക്കെ അനുഭവിച്ച ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അവരുടെ ഇല്ലായ്മയിലും അവരുടെ പ്രതിസന്ധികളിലും അവരുടെ വേദനയുടെ നടുവിലും ഒക്കെ അവർ അനുഭവിച്ച ഒരു ദൈവ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനുഭവിച്ച ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവില് പ്രതിസന്ധിയുടെ നടുവിൽ അനുഭവിച്ച ഒരു ദൈവ സാന്നിധ്യം. ഇവിടൊക്കെ ദൈവമക്കൾ സന്തോഷം പറയണം, സന്തോഷത്തോടെ ഇരിക്കണം, ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ആ സാന്നിധ്യം ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ തലമുറയ്ക്ക് നല്ല നീ വിശ്വസ്തനായ ദൈവമായ സ്തോത്രം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയാണ് ഈ ദൈവം ആരാണ് അവരെ പറഞ്ഞിട്ട് തന്നെയാണ് പറയുക. ആരാണ് ഈ ദൈവം? ഒന്നാമത് പറയുന്നു, I am the king of Israel. ഇസ്രായേലിന്റെ രാജാവായ യഹോവയാണ്. ആ യഹോവയായ ദൈവമാണ് ഞാൻ നിന്റെ
പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഈ രാജാതിരാജാവായവനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അധികാരികളുടെ മേൽ അധികാരമുള്ളവനാണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. ഈ രാജാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് കിട്ടിയാൽ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാ! ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നിവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. വിശ്വാസത്തോടുകൂടെ പറയണം, കർത്താവേ, രാജാതി രാജാവായ എന്റെ കൂടെ ഉള്ളതിനായി സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, നീ ഇനി അനർത്ഥം കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, ഇവിടെ ഇരിക്കുന്നവർ പറയണം, ഇനി ഒരു അനർത്ഥം കാണാതെ വേണം. ഹല്ലേലൂയ. സൂക്ഷിപ്പാൻ ശക്തിയുള്ളത് രാജാതി രാജാവായ ഒരു കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഇവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. 17-ാം വാക്യത്തിൽ പറഞ്ഞല്ലോ, രക്ഷിപ്പാൻ കഴിവുള്ള വീരനായ ദൈവം, the mighty one who can save. രാത്രി വെറും നിസ്സാരപ്പെട്ട ഒരു ദൈവത്തെയല്ല ഞാൻ നിർമ്മാകൻ, സർവശക്തനായ ഒരു ദൈവം. കാര്യമുയർത്തി പറഞ്ഞാട്ട് പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ഒരു ദൈവം, രാജാതിരാജാവായ ഒരു ദൈവം എന്റെ കൂടെ ഉള്ളതിനായി സ്തോത്രം, എന്റെ തലമുറയുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം, ആ ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല വീണ്ടും പറയുന്നു, വൺ ഹു ക്യാൻ ക്ലിയർ അവേ അവർ എനിമീസ്. 15-ാം വാക്യത്തിൽ അങ്ങനെയാണ്, ശത്രുക്കളെ നീക്കിക്കളയാൻ മതിയായവൻ. ഇന്ന് രാത്രി ഓർത്തോണം, നിന്നെ ആരും ഭയപ്പെടുത്താതെ വണ്ണം നീ കാണുന്നതിനെയും കാണാത്തതിനെയും നീക്കിക്കളവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ 68-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. എങ്ങനെ പോയെന്ന് അറിയാമോ? നിന്റെ ചുറ്റുമുള്ള, നിന്റെ മുമ്പിലുള്ള ശത്രുവിനെ ഛിന്ന ഭിന്നമാക്കാൻ, ഓടിച്ചു കളയാൻ കഴിവുള്ളവൻ. എങ്ങനെയാ പറഞ്ഞ? പുക പോലെ പതറിപ്പോകുന്നത് പോലെ പതറിക്കാൻ കഴിവുള്ള. ഇത് വായിക്കാൻ ഭയങ്കര സന്തോഷമാണ്. പുക പോലെ എന്ന് പറഞ്ഞാൽ എതിരെ പോയെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. എതിരെ പോകുന്ന അറിയത്തില്ല. അങ്ങനെ പതറിച്ച് കളയാൻ കഴിവുള്ള ഒരു വലിയവനായ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഓ ഹല്ലേലൂയ. സൈന്യത്തിന്റെ അധിപതിയായവൻ, രാജാതി രാജാവായവൻ, ഹല്ലേലൂയ, സർവശക്തനായ, ഹല്ലേലൂയ, രക്ഷിപ്പാൻ കഴിവുള്ള വീരനായ ദൈവം, നമ്മുടെ ശത്രുവിനെ നീക്കിക്കളയാൻ ശക്തിയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവമാണ് പറഞ്ഞത്. ഹല്ലേലൂയ. He is not far away. ഇന്ന് രാത്രി എൻ്റെ കൂടെ, നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇന്ന് രാത്രി ഉറപ്പോടെ വേണം ഇവിടുന്ന് പോകാനായിട്ട്. ഇവിടെ മാത്രമല്ല, നീ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾക്കും ആ സാന്നിധ്യം നൽകാൻ കർത്താവിന് കഴിയും. നിന്റെ മാതാപിതാക്കൾ ഏകരായിരിക്കുന്നവർക്കും ആ സാന്നിധ്യം നൽകാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. പിന്നെ സന്തോഷിക്കാൻ എന്താ കുറവ് വേണ്ടത്? ദൈവത്തോട് പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കണം. Because my presence is in your midst. നിങ്ങളുടെ നടുവിൽ എൻ്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യണം. 4-ാമത് ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നു, 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യയിൽ. 2-ാം ഭാഗം, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. We rejoice because God rejoices over us. നമ്മളിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. He will rejoice over you with gladness. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനോട് ചേർന്ന് തൊട്ട് താഴെ ഒരു വാക്യം കൂടെ അതിന് താഴെ പറഞ്ഞിരിക്കുന്നത്, തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, the Lord will quiet you by his love. എന്ന് പറഞ്ഞാൽ, ആമേൻ, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കുന്നു. മാത്രമല്ല, അവന്റെ സ്നേഹം കൊണ്ട് നമ്മെ അവൻ മിണ്ടാതാക്കുമെന്ന്. ഇന്ന് രാത്രി അങ്ങനെ മിണ്ടാതാക്കുന്ന ഒരു ദൈവം, കർത്താവ് അത്രമാത്രം സ്നേഹിക്കുന്ന ദൈവമാണെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇത് വിശ്വസിക്കാനൊക്കെ അല്പം പ്രയാസം അല്ലേ? ദൈവം നമ്മളോട് സന്തോഷിക്കും. അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളോട് സന്തോഷിക്കാനും നമ്മളെ സ്നേഹിക്കാനും അവൻ ചില സമയം ചെലവിടുന്ന ഒരു തമ്പുരാനുണ്ടെന്ന് കേട്ടോ. ഇത് പലപ്പോഴും ലോകത്തിൽ തന്നെ, ഭവനത്തിൽ തന്നെ കൂടെ സന്തോഷിക്കാൻ ആളില്ലാത്തൊരു കാലമാണ്. ഭാര്യയും ഭർത്താക്കന്മാർക്കൊക്കെ ഉള്ളൊരു കംപ്ലൈന്റ്, ഭർത്താവും ഭാര്യയും ഓരോ കാര്യങ്ങളിലും ഇന്ന് സന്തോഷിക്കാൻ ആൾക്കാരില്ല. ഒരാളുടെ സന്തോഷം വന്നാൽ മറ്റൊരാൾക്ക് സന്തോഷമാകത്തില്ല. അങ്ങനെയൊരു കാലഘട്ടത്തിൽ ഇന്ന് രാത്രി നമുക്ക് തരുന്ന ഉറപ്പ് അറിയാം,
ആരും സന്തോഷിച്ചിട്ട് കൂടെ സന്തോഷിക്കാൻ ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ ഇത് വേറൊരു ലെവലാകട്ടോ പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മോട് ക്ഷമിക്കുമായിരിക്കാം, ദൈവം നമ്മളെ സ്നേഹിക്കുമായിരിക്കാം, നമ്മളെ ടോളറേറ്റ് ചെയ്തെന്ന് വന്നേക്കാം. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ എളുപ്പം. പക്ഷെ ദൈവം നമ്മളോട് സന്തോഷിക്കുമെന്ന് പറയുന്നതൊക്കെ വിശ്വസിക്കാൻ അല്പം പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നു, സന്തോഷിക്കാൻ മാത്രമല്ല സ്നേഹിച്ച് നമ്മളെ മിണ്ടാതാക്കുന്ന ഒരു ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുന്ന പറയുകയല്ല, സന്തോഷിക്കുന്ന പറയുകയല്ല, ഇതൊരു പ്രകടമായ സ്നേഹത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതിനപ്പുറമായി എന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അവൻ നമ്മുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കേട്ടോ. സന്തോഷിക്കാന്ന് പറഞ്ഞാൽ എന്തുവാ? വെറുതെ സന്തോഷിക്കും, കൂടെ സന്തോഷിക്കും. അതുകൊണ്ട് ദൈവമക്കൾ സന്തോഷിക്കുമ്പോൾ കൂടെ സന്തോഷിക്കുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ. അപ്പൊ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം വരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രകടനമായ അടയാളമാണ് 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാണ്ട് കഴിയുന്നത്. ഇങ്ങനെ സന്തോഷിക്കുന്ന ദൈവമക്കൾക്ക് അവിടെ ഒന്നാമത് പറയുന്നു, ഏകരായി ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. ആരോടും തങ്ങളുടെ ദുഃഖം പങ്കുവെക്കാനാവാതെ ഏകരായി ഒറ്റപ്പെട്ട് കഴിയുന്ന ജീവിത അനുഭവങ്ങളിൽ ഉള്ളവരെ, ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലുകളും തള്ളപ്പെട്ടലും ഉണ്ടാകുമ്പോഴും ആമേൻ എന്നെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ വലിപ്പമാണ്. ആമേൻ ആമേൻ. ആരും നമ്മളോട് കൂടെ നിൽക്കാതിരിക്കുമ്പോഴും, എല്ലാവരും തള്ളിപ്പറയുമ്പോഴോ, എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴോ, പലരും നിന്നെ നിന്ദിക്കുമ്പോഴോ, ജീവിത സാഹചര്യങ്ങളിൽ നിന്നോട് ചേർന്ന് നിൽക്കുന്ന, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നിന്നെ ക്ലേശിപ്പിക്കുന്നവരോട് ഇടപെടുന്ന ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പൊ ആ സ്നേഹത്തിന്റെ വലിപ്പം എന്താണെന്ന് അറിയാമോ? He will deal with all your oppressors. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം. എന്നാ അറിയാം, ഈ ജോലിയൊക്കെ ചെയ്യുന്നിടത്തൊക്കെ എന്തെല്ലാം തരത്തിലുള്ളതായ പ്രഷറാണ് നാളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളൊക്കെ അനുഭവിക്കുന്നതാ. ചിലരൊക്കെ കണ്ടവാനും നമ്മളെ ബുദ്ധിമുട്ടിക്കും, ക്ലേശിപ്പിക്കും. എന്നാൽ ഇന്ന് പറയുക, അവിടെ പറയുക, അവരോട് ഇടപെടാൻ കഴിവുള്ള ദൈവമുണ്ട്. രാത്രി അങ്ങനെയുള്ള അനുഭവത്തിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ വചനം ഏറ്റെടുത്തോളാം. ഹല്ലേലൂയ. നിന്നെ ക്ലേശിപ്പിക്കുന്നവരോട്, ആമേൻ, ഹല്ലേലൂയ, to your oppressors, അവരോട് ഇടപെടാൻ കഴിവുള്ള ഒരു വലിയവനായ ദൈവമുണ്ടെന്നാണ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. 19-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു, മൂന്നാമത്, മുടന്തി നടക്കുന്നവനെ ഞാൻ രക്ഷിക്കും. മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കും. ബലഹീനമായ നിന്റെ ജീവിത അവസ്ഥകളിൽ ദൈവിക കരുതൽ തരാൻ നമ്മുടെ ദൈവം മതിയാവനാണെന്ന്. ഹല്ലേലൂയ. ക്ഷീണിച്ചവനെ തോളിലേറ്റ് നടത്തുന്ന ഒരു നല്ല ഇടനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, he will take care of your weakness. നിന്റെ ജീവിതത്തിൽ ചില ബലഹീനതകളുണ്ട്, ഇന്ന് രാത്രി അത് ടേക്ക് കെയർ ചെയ്യാൻ കഴിവുള്ള ഒരു കർത്താവ്. അതാ സ്നേഹത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്. നിന്നെ ഒപ്രസ് ചെയ്യുന്നവരോട് ഇടപെടുന്ന ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. ഏകരായി ദുഃഖിക്കുമ്പോൾ, ഒറ്റയ്ക്കാകുമ്പോൾ അവിടെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. ആമേൻ. നീ മുടങ്ങി നടക്കുമ്പോൾ, നിന്റെ ബലഹീനമായ അവസ്ഥയിൽ, നിന്നെ ക്ഷീണിച്ച അവസ്ഥയിൽ നിന്നെ കൂടെ നിന്നെ ബലപ്പെടുത്തുന്നവനാണ് ഞാൻ. ഹല്ലേലൂയ. ആരാമത് പറയുന്നു, ലജ്ജ സർവഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ഞാൻ ചെയ്യും. ലജ്ജ നേരിട്ടതിനെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നിന്റെ ലജ്ജയെ മാറ്റി പ്രശംസയ്ക്കാക്കി തീർക്കുന്ന ഒരു കർത്താവുണ്ടെന്ന്. ഹല്ലേലൂയ. അനേകർ ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ നിന്നെ നിന്ദിച്ചു കാണും, അനേകർ നിനക്കെതിരെ പലതും പറഞ്ഞു കാണും. എന്നാൽ അവരുടെ മുന്നിലുണ്ടല്ലോ നിന്നെ കീർത്തിയാക്കി നിർത്താൻ കഴിവുള്ള, നിന്നെ പ്രശംസയ്ക്കാക്കി തീർത്താൻ കഴിവുള്ള, നിന്നെ ഉയർത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് ഈ വേദഭാഗം നമ്മളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നെ നിങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ദൈവം. അതാണ് സ്നേഹത്താൽ നമ്മളെ മിണ്ടാതാക്കുമെന്ന് പറഞ്ഞ്, സ്നേഹിച്ചത് മിണ്ടാതാക്കും എന്ന് വെച്ചാൽ നമുക്ക് ഈ കർത്താവിന്റെ സ്നേഹത്തിന് മുമ്പിലൊന്നും പറയാൻ പറ്റാത്ത വിധം കർത്താവ് അങ്ങനെ സ്നേഹിക്കും. പ്രിയപ്പെട്ടവരെ, ആ ദൈവ സ്നേഹത്തിനായി നമ്മൾ കർത്താവിനെ നന്ദി പറയണം. ദൈവത്തിന് സ്തോത്രം. God rejoices over us and loves
ആമേൻ, സ്പെൻഡിങ് ടൈം വിത്ത് us. ഹല്ലേലൂയ. ആരാണ്? രാജാതിരാജാവായ, കർത്താവായ, സർവവല്ലഭനായ, രക്ഷിക്കാൻ കഴിവുള്ളവനായ, സ്നേഹിച്ച് നമ്മളെ മിണ്ടാതാക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത്. അഞ്ചാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. We rejoice because God is bringing us to the eternal home. God is going to give us reward. ആ അവസാന വാക്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ആ കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും ആ കാലത്ത് നിങ്ങളെ ഞാൻ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുക, ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഭൂമിയിലെ സകല ജാതികളുടെ ഇടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. God will restore you. ആമേൻ, ഹല്ലേലൂയ. അവിടെ നമുക്കൊരു റിവാർഡ് തരുന്ന ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ ബന്ധത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും ആമേൻ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിലൂടെ ദൈവജനത്തിന് ലഭിക്കുന്നതായ ആമേൻ, ഹല്ലേലൂയ, ആ നിത്യതയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവജനത്തിന് ലഭിക്കുന്ന ഒരു നിത്യതയെ കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെ സന്തോഷിക്കാതിരിക്കാനായിട്ട് കഴിയും? അവിടെ നിന്നെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. അവിടെ നിന്നെ കീർത്തി പ്രശംസയാക്കി തീർക്കുന്ന ഒരു കർത്താവുണ്ട്. നീ ചെയ്തതൊക്കെ ഫലം തരുന്ന ഒരു കർത്താവുണ്ട്. നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ് അവിടെ നമ്മളെ ഓർപ്പിക്കുന്നത്. ദീർഘവർഷങ്ങളൊക്കെയായി കർത്താവിന്റെ വേലയൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് നിന്ദകളുടെയും പരിഹാസത്തിന്റെയും വഴികളിലൂടെയൊക്കെ ഈ ദൈവദാസന്മാരൊക്കെ കടന്നു പോകും. പ്രത്യേകിച്ച് വടക്കേലൊക്കെ ചെയ്യുന്ന നമ്മുടെ മിഷണറിമാരൊക്കെ കടന്നു പോകും. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, പലയിടങ്ങളിലും ജീവിതത്തിന്റെ എല്ലാ സുഖസൗകര്യം വിട്ടൊക്കെ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവമക്കളൊക്കെ ഓർക്കുമ്പോൾ അവർക്കുള്ള വലിയൊരു ആശ്വാസത്തിന്റെ വചനമാണിത്. സകല ഭൂമിയിലുള്ള സകല ജനം ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ നടുവിൽ മാതിരിക്കുന്ന ഒരു ദൈവം, അവരുടെ മാനിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നിത്യമായ ഒരു ഭവനം സ്വർഗത്തിൽ ഒരുക്കുന്നവനായ ദൈവം നമ്മളെ ആ ഭവനത്തിൽ നിത്യതയിൽ ചേർക്കാനായി നമ്മുടെ കർത്താവ് വീണ്ടും വരും. നാം ഒന്നിച്ച് ആരാധിക്കുന്ന, ഒന്നിച്ച് കൂടുന്ന ഒരു വലിയ സുദിനമുണ്ട്. അവിടെ സഭാ വ്യത്യാസമൊന്നുമില്ല. രക്ഷിക്കപ്പെട്ട ദൈവജനം ഒന്നിച്ചു കൂടി കർത്താവിനെ ആരാധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ ഒരു ഉറപ്പാ പ്രവാചകനോട് നൽകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കായി ഒരുക്കപ്പെടുന്ന ഒരു ഭവനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയും? നമ്മൾ പരദേശികളായിവിടെ, നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു നിത്യഭവനമുണ്ട്. അവിടെ നമ്മളെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറയുകയാണ്, സകല ജാതികളുടെ ഇടയിൽ കീർത്തിയും പ്രശംസയുമാക്കി തീർക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ ഇപ്പോൾ നീ ചെയ്തതൊന്നും ആരും അറിഞ്ഞെന്ന് വരത്തില്ല, ആരും മനസ്സിലാക്കിയെന്ന് വരത്തില്ല. എന്നാൽ ഹല്ലേലൂയ, അന്നത് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിന്നെ കീർത്തിക്കാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ എന്ന് ഇവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. മലാക്കി പ്രവാചക പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്ത മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സ്നേഹിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുന്ന ഒരു വലിയവനായ ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഓർക്കും നമ്മുടെ അനേകം മിഷണറിമാർ ഈ നാളുകളിൽ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അവരുടെ അച്ഛനത് ഓർപ്പിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഉത്തർപ്രദേശിൽ ഒരു കുടുംബം അവർ ജയിലിലേക്ക് ഇറക്കാത്ത 5 വർഷത്തേക്ക് അവരെ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുക. മറ്റൊരു കുടുംബത്തെക്കുറിച്ച് ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നത്. ഇവിടെ കഴിഞ്ഞ ഞങ്ങൾ ഇവിടെ ഒരു മിഷണറി കോൺക്ലേവ് നടത്തിയപ്പോൾ ഒറീസയിൽ വന്നൊരു മിഷണറിയാണ്. ആ മിഷണറി ഫത്തേപൂർ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന എന്നോട് പറഞ്ഞു, 5 FIR അദ്ദേഹത്തിന്റെ മേലെ എഴുതപ്പെട്ടിരിക്കുക. 5 FIR. 20,000 വരുന്ന ഒരു വലിയ സമൂഹത്തെ അദ്ദേഹത്തിന്റെ കീഴിൽ, ആ സഭയുടെ കീഴിലുണ്ട്. എന്നാൽ ഇപ്പോൾ വളരെ പ്രതിസന്ധിക്കത്തോടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ ഒന്നിച്ച് ചില ശുശ്രൂഷയെ സംബന്ധിച്ചത് ആ ദൈവദാസൻ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞൊരു മെസ്സേജ് വരികയുണ്ടായി. അനേക ദൈവദാസന്മാർ ഈ നാളുകളിൽ പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ, അവർക്കൊക്കെ നൽകുന്നൊരു ഉറപ്പെന്ന് പറയുന്നതെന്നറിയാമോ? ആമേൻ, ഇവർക്കൊക്കെയും ഹല്ലേലൂയ
പ്രിയപ്പെട്ടവരെ, അവരുടെയൊക്കെ പ്രയത്നത്തിനും അവരുടെയൊക്കെ ആ സമയം ദൈവത്തിന് വേണ്ടി നീക്കി വെച്ചതിനുള്ള ഒരു പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് ഇവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കട്ടെ. 5 കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പ്രധാനമായി ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിച്ചത്. നിങ്ങൾ ദൈവമക്കൾ സന്തോഷിക്കുന്നവരായിത്തീരണം. സന്തോഷിക്കാനുള്ള 5 കാരണം. 1, because of the promises given to us. ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ. രാത്രിയിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം ചെയ്യണം. നിന്നെ മടക്കി വരുത്താൻ കഴിവുള്ള, നിന്നെ യഥാസ്ഥാനപ്പെടുത്താൻ കഴിവുള്ള, നിന്റെ കൂടെ ഇരുന്ന് നിന്നെ നടത്താൻ കഴിവുള്ള, നിനക്ക് വേണ്ട സമൃദ്ധിയും അനുഗ്രഹങ്ങളും തന്നിനെ സഹായിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണെന്ന് നമ്മളെ ഓർപ്പിച്ചല്ലോ. 2 നമ്മൾ കണ്ടു, ബിക്കോസ് വി ഹാവ് ബീൻ ഫോർഗിവൻ. നമ്മുടെ ന്യായവിധികളെ മാറ്റി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ശിക്ഷാവിധികളെ മാറ്റി ഒരു ദൈവ പൈതലാക്കി നമ്മളെ തീർത്തതാണ് നമ്മുടെ സന്തോഷത്തിന്റെ. ആ സന്തോഷം നീ തന്നതിനായ ദൈവത്തിന് സ്തോത്രം. ഈ സന്തോഷത്തിൽ നിലനിൽക്കാൻ കൃപ തരണേ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, ഈ രക്ഷയുടെ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടുവാൻ എൻ്റെ ജീവിതത്തിൽ ഇടയാകരുത്. ലോകത്തിന്റെ സന്തോഷത്തിന്റെ പുറകെ ഞങ്ങൾ പോകുവാൻ, ഞങ്ങളുടെ തലമുറ പോകുവാൻ ഇടയാകരുത്. കർത്താവേ, അങ്ങനെ പോയി അവരുടെ രക്ഷയുടെ സന്തോഷം അവരുടെ ജീവിതത്തിൽ നഷ്ടമാകരുതെന്ന് ദൈവമക്കൾ ഈ നാളുകളിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവേ, നീ ഞങ്ങളുടെ ന്യായവിധികളെ മാറ്റിയതിനായി സ്തോത്രം ചെയ്യണം. ഇന്ന് രാത്രി ഉറപ്പോടെ വേണം ഇതിനാ ഹോൾ വിട്ട് കടന്നു പോകാൻ. നീ ഞാൻ ന്യായവിധിയെ മാറ്റിയത് കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. 3, അവൻ നമ്മുടെ മധ്യയിരിക്കുന്നു. ബിക്കോസ് ഗോഡ് lives among us. എൻ്റെ നിങ്ങളുടെ മധ്യയിരിക്കുന്ന ഒരു കർത്താവ്. പ്രിയപ്പെട്ടവരെ, അവൻ ആരാണ്? രാജാവായവൻ, സർവവല്ലഭനായ, അവൻ സകലത്തിൻ്റെ ഉടയവനായ, സർവശക്തനായ, രക്ഷിപ്പാൻ കഴിവുള്ള വീരനായ ദൈവം എൻ്റെ നമ്മുടെ കൂടെയുണ്ട്. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിൽ കൂടെയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ദൈവ സാന്നിധ്യം ഞാനും നിങ്ങളും അനുഭവിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. കർത്താവേ, ആ സാന്നിധ്യത്തിനായി സ്തോത്രം. ആ സാന്നിധ്യം നഷ്ടപ്പെടാതെ എന്നെ കാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ആ സാന്നിധ്യം ഞങ്ങളുടെ തലമുറയുടെ മേലുള്ളതിനായി സ്തോത്രം ചെയ്യണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വിദൂരതയിലായിരിക്കുമ്പോൾ ആ സാന്നിധ്യത്തിൽ അവരെ മറച്ചോടണമെന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. 4, God rejoices over us because God rejoices over us. എന്നോടുകൂടെയും നിങ്ങളോടുകൂടെയും സന്തോഷിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ സന്തോഷം നമ്മൾ അനുഭവിച്ച് മുടങ്ങിപ്പോകണം ഇന്ന് രാത്രി. 5 ഞാൻ പറഞ്ഞു, ബിക്കോസ് God is bringing us to our eternal home. നിത്യഭവനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഹല്ലേലൂയ ദൈവം. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ സന്തോഷത്തിന് മറ്റൊരു കാര്യം. And he gives reward. പ്രതിഫലം നമുക്ക് നൽകുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. കാലമെല്ലാം കഴിയും, കണ്ടതെല്ലാം അഴിയും, പിന്നെ പുതിയുഗം വരെയും. ഹല്ലേലൂയ. കാരണം പ്രതിഫലം തന്നിടുവാൻ നമ്മുടെ യേശുരാജൻ വന്നിടാറായ കർത്താവ് വരും. നമ്മളെ ചേർക്കുന്ന ഒരു കർത്താവ്. കഴിഞ്ഞ നാളുകളിൽ നിന്ദിക്കപ്പെട്ട അനുഭവങ്ങളിൽ നിന്ന് അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ നീ ലജ്ജയായി തീരേണ്ട ചില ജീവിത അനുഭവങ്ങളുടെ നടുവിൽ നിന്നെ രക്ഷിച്ച് നിന്നെ നിത്യതയ്ക്ക് അവകാശിയാക്കി നിന്നെ അവിടെ നിർത്തുമ്പോൾ, ഹല്ലേലൂയ, പ്രശംസയ്ക്കും കീർത്തിക്കുമാക്കി തീർക്കുമ്പോൾ, ഹല്ലേലൂയ, ഉള്ളിൽ വരുന്നൊരു സന്തോഷം. ഹല്ലേലൂയ. ആ സന്തോഷത്തിന് ഉടമകളാക്കി നമ്മളെ തീർക്കണമെന്ന് ഇന്ന് രാത്രി ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. അതിനാൽ ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, ആ ഒരു സന്തോഷം, ഈ നിത്യമായ സന്തോഷം അവൻ അനുഭവിച്ച് ഈ നാളുകളിൽ കർത്താവെ മുന്നോട്ട് ജീവിക്കാൻ ഞങ്ങളെ കൃപ തരണം. ഞങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങളുടെ സഭയെ ഒരുക്കണം, ഞങ്ങളെ ഒരുക്കണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരുക്കണം എന്ന പ്രാർത്ഥനയോടെ ഈ നാളുകളിൽ ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ദൈവിക ആലോചന നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് നമ്മെ തന്നെ